ഇന്ന് രാവിലത്തേക്ക് പുട്ടും അതുപോലെ തന്നെ ഞണ്ട് തോരനും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞണ്ട് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കടുക് വറുക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് ഞണ്ടും കൂടി ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പുട്ടാക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം. അപ്പോൾ തേങ്ങ തിരുവാനായിട്ട് ഞാൻ ഇതേ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ഇതുപോലെ ഒരു ചിരവയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ റൈറ്റ് സൈഡിൽ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതേ അത് കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് മിക്സിക്കകത്തേക്ക് ഒന്ന് അടിച്ചിട്ടിടുന്നുണ്ട്. അപ്പോൾ പുട്ട് പുഴുങ്ങ് വരികയും ചെയ്തു കേട്ടോ ആ ഒരു സമയം കൊണ്ട്. ദേ അപ്പോൾ ഞണ്ടും പുട്ടും കൂടി റെഡി ആയിട്ടുണ്ട്. അതവിടെ വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ ഫിഷിന് തീറ്റ കൊടുക്കാനായിട്ട് പോയി കേട്ടോ. അവർക്ക് അവരുടെ ഫുഡ് കൊടുക്കുന്നേക്കാളും അവർക്ക് ഇഷ്ടം ദേ ഇതുപോലെ ഇഡ്ഡലിയൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഇനി കഴിച്ച് തീർത്തില്ലെങ്കിലോ ആ ടാങ്കിനുള്ളിൽ അങ്ങനെ കിടക്കില്ലേ. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് ഗിഫ്റ്റ് തിലാപ്പിയ എത്തിപ്പെട്ട മീനുകളാണ് കേട്ടോ. അപ്പോൾ അതിന് അവരുടെ ഫുഡും കൂടി കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.